Assalamualaikum, welcome to my YouTube channel. അപ്പോൾ ബോച്ചയാണ് ഈ പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഷാർജയിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ അത് തീർത്തും ഒരു ജനവികാരമാണ്. അത് ഹണി റോസ് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. കാരണം ഈ ബോച്ചയുണ്ടായ പ്രശ്നത്തിന് ശേഷം, ബോച്ച ജാമ്യത്തിലിറങ്ങിയ ശേഷവും അദ്ദേഹം ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാതി കൊടുക്കുകയും അതിനുശേഷം പോലീസ് തന്നെ അതിൽ കേസെടുക്കാൻ യാതൊരുവിധ വകുപ്പുകളും ഇല്ല എന്ന് ഹണി റോസിനെ അറിയിക്കുകയും നിയമോപദേശം തേടുകയും അതിനുശേഷം ആ കേസ് തള്ളിപ്പോവുകയുമാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷവും പുരുഷന്മാരുടെ അവകാശത്തിന് സംരക്ഷണത്തിനായി കമ്മിറ്റി വേണമെന്നും രൂപവത്കരിക്കണമെന്നും ആവശ്യവുമായി നമ്മുടെ രാഹുൽ ഈശ്വർ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരുപാട് ജനങ്ങളുടെ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അതിനുശേഷവും ഹണി റോസ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കമ്മീഷണർക്ക് പരാതിയുമായി എത്തുകയും അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് അതിൽ ഹണി റോസ് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുശേഷം നമ്മുടെ രാഹുൽ ഈശ്വർ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. കേസ് നടത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഹണി റോസ് അറിയണമെന്ന് തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നല്ലൊരു നടപടി എന്ന് അംഗീകരിക്കേണ്ടി വരും. ഹണി റോസിൻ്റെ ഇത്തരം ഒരു തെറ്റായ ഒരു നടപടിയിലൂടെ തീർച്ചയായിട്ടും ജനങ്ങളുടെ രോഷം, ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാൻ മാത്രമാണ് സാധിച്ചത് എന്ന് തീർച്ചയായിട്ടും ഷാർജയിലെ ഈ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപാട് ജനങ്ങൾക്ക് സഹായവും അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളുടെ ആശ്രയവുമായ ബോബി ചെമ്മണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ കളങ്കിതനാക്കിയത് കൊണ്ട് മാത്രം അവരുടെ യാത്ര അവസാനിക്കുന്നില്ല. ഷാർജയിലെ ജനങ്ങൾ ഒന്നംഗം ബോബി ചെമ്മണ്ണനെ ജയ് വിളിക്കുന്നതും അതുപോലെ തന്നെ ഹണി റോസിനെ കൂകി വിളിക്കുന്നതും നമുക്ക് കാണാം. നമ്മളതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും പൊതുജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാക്കാൻ ഹണി റോസ് തയ്യാറാകണമെന്നുള്ള വിനീതമായുള്ള അഭ്യർത്ഥന മാത്രമാണ് നമുക്കും ഉള്ളത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പൊതുജന പ്രവർത്തകരായാലും അതുപോലെ തന്നെ സിനിമാ നടന്മാരായാലും അതുപോലെ തന്നെ സിനിമാ നടിമാരായാലും അവർക്കും പൊതു മര്യാദ ചട്ടയുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം അവരും നടത്തേണ്ടത്. തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന സമയത്ത് ജനങ്ങളുടെ രോഷങ്ങൾ ഏത് നിലക്കായിരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുകയില്ല. ഒരു നടിക്കും കേരളം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയതിനു ശേഷം ഇത്തരമൊരു അവസ്ഥ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. അത്തരമൊരു അവസ്ഥ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു നടിക്ക് നേരിടേണ്ടി വന്നത്. തീർച്ചയായും അത് ഒരു അപമാനം തന്നെയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും എന്നാലും അത് നേരിടേണ്ടി വന്ന അവസ്ഥ മനസ്സിലാക്കി തീർച്ചയായിട്ടും തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഹണി റോസിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങളും നല്ല കാഴ്ചകളുമായി നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഹണി റോസിന് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ സിനിമാ പ്രവർത്തനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.